ഏത് പാർട്ടിക്കാരനാണെങ്കിലും പ്രതിഷേധിക്കുന്നത് നാട്ടിലെ പൗരന്മാരാണ് എന്നൊരു ബോധം മന്ത്രിക്കും പോലീസിനും ഉണ്ടാകണം. മന്ത്രി പങ്കെടുക്കരുത് എന്ന് ASP റവാഡ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയതാണ്. ജില്ലാ പോലീസും മന്ത്രിയോട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്നും സുരക്ഷ ഒരുക്കേണ്ടത് പോലീസാണെന്നും MV രാഘവൻ പ്രഖ്യാപിച്ചു. അതൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ട് പിന്മാറിയാൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല എന്ന നിലപാടാണ് അന്ന് മന്ത്രി സ്വീകരിച്ചത്. അത് ന്യായമാണെന്നൊക്കെ തോന്നുമെങ്കിലും യുക്തി എന്നൊരു സംഗതി ഉണ്ടല്ലോ. കൂത്തുപറമ്പിലോ തലശ്ശേരിയിലോ അല്ലാതെ വേറെ എവിടെ വേണമെങ്കിലും മന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസിന് കഴിയുമായിരുന്നു. കൂത്തുപറമ്പിലെ ജ്വലിക്കുന്ന യുവാക്കളുടെ മുന്നിലേക്ക് വെല്ലുവിളിയുമായി പോയി നിൽക്കേണ്ട നില മന്ത്രി ഒഴിവാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. ഹീറോയിസം കാണിക്കേണ്ടത് കേരള പോലീസിനെ കൊണ്ട് ചുടുചോറ് വാരിച്ചല്ല എന്ന് മന്ത്രിമാർക്കുള്ളൊരു മുന്നറിയിപ്പാണ് കൂത്തുപറമ്പ്. അതുപോലെ സമരം ചെയ്യുന്നവർ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും കൂത്തുപറമ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരെ വഴിയിൽ തടയുക പോലുള്ള സമരമാർഗങ്ങൾ പ്രാകൃതമാണ്. ജനാധിപത്യത്തിൽ ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരങ്ങൾ മാത്രമാണ് ആശാസ്യം. സത്യഗ്രഹങ്ങളും ഉപവാസങ്ങളും എല്ലാം ഉൾപ്പെട്ട സഹന സമരങ്ങൾ തന്നെയാണ് ആദ്യ അവസാനം ഉണ്ടാകേണ്ടത്. കലാപം നടത്തേണ്ട കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. കലാപങ്ങൾ കൊണ്ട് രക്തസാക്ഷികൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ആവശ്യങ്ങളൊന്നും നടപ്പാകുന്നുമില്ല.